ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്മനീർ പോയിന്റ് എന്നതിൽ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി നീലിമയുടെ വീട്ടിൽ ഇടിച്ച് കയറിയ സെറ്റിയിൽ അങ്ങോട്ട് കാലും കയറ്റി അങ്ങോട്ട് ഇങ്ങനെ ഇരിക്കാം. ഇത് കണ്ട നീലിമയ്ക്ക് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നീലിമ അങ്ങോട്ട് ഓടി ചെന്നിട്ട്, നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കയറിയത്? എന്നോട് അനുവാദം പോലും ചോദിക്കാതെയാണ് നീ എൻ്റെ വീട്ടിലേക്ക് ഇടിച്ച് കയറിയത്. സച്ചി, നിനക്ക് എന്താ പറ്റിയത്? നീ എന്ത് ഇങ്ങനത്തെ പരിപാടികളെല്ലാം കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എടി നീലിമേ, നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. നീലിമയെന്നോ? നീ എന്താണ് ഒരു മര്യാദയില്ലാതെ സംസാരിക്കുന്നത്? നീ എന്നെ മേഡമെന്നാണല്ലോ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ, നിന്റെ മര്യാദയെല്ലാം പോയോ എന്ന് നീലിമ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, നീ നീലിമ തന്നെയല്ലേ? അതെ, ഞാൻ നീലിമ തന്നെയാണ്. എൻ്റെ പേരിന് ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുമില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ, ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ നിനക്കറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, നീ സച്ചിയല്ലേ, കാർ ഡ്രൈവർ? ഓ, എനിക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങിയല്ലേ? ഓ, നിന്നെ പോലുള്ളവരെയൊക്കെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ടതായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തില്ല. അതിനുള്ള ശിക്ഷയാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറങ്ങടാ, പുറത്തിറങ്ങാനാ പറഞ്ഞത്. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീട്ടിൽ വന്ന് നീ ധിക്കാരം കാണിക്കുന്നോ? ഇറങ്ങിപ്പോടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, ഇറങ്ങാൻ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ചില കാര്യങ്ങളെല്ലാം നിന്നെ എനിക്ക് ബോധിപ്പിക്കാനുണ്ടല്ലോ. അതിനെ ബോധിപ്പിച്ചിട്ടേ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുന്നുള്ളു. നിനക്ക് സുധി എന്ന് പറഞ്ഞവനെ അറിയാവോ? സുധിയോ? ഏത് സുധി? ഓ, അപ്പോഴേക്കും നീ സുധിയെ മറന്നുപോയോ? നിന്റെ കാമുകൻ സുധി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീലിമ ഒന്ന് ഞെട്ടുകയാണ്. എൻ്റെ കാമുക സുധിയോ? ദേ സച്ചി, അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത്. എനിക്കൊരു കാമുകനുമില്ല, ഒരു സുധി എന്ന് പറഞ്ഞ ഒരാളുമില്ല. നീ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക്. ഓ, പക്ഷേ നിനക്കില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നിന്റെ സുധി, നിന്റെ കാമുകനായ സുധിയില്ലേ, പണ്ട് നിന്റെ കാമുകനായിരുന്നത്, നീ നിന്റെ കാമുകനെ പറ്റിച്ചിട്ട് പോയില്ലേ ആ സുധി? എന്തിനാ സച്ചി ഇപ്പം ഇതൊക്കെ ഇവിടെ പറയുന്നത്? ഞാൻ ആ ചാപ്റ്ററെല്ലാം വിട്ടതാണ്. അതെ, എൻ്റെ കാമുകനായിരുന്നു സുധി. അതും പറഞ്ഞ് ഞാൻ അവനെ ചതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിനക്കെന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ആ സുധി ആരാണെന്നറിയാവോ? എൻ്റെ രക്തം, എൻ്റെ കൂടപ്പിറപ്പ്, അവൻ എൻ്റെ ചേട്ടനാണ് എന്നിങ്ങനെ പറയുമ്പോൾ നീലിമാകെ ഞെട്ടിയ ഒരു അവസ്ഥയിലായി പോവുകയാണ്. ഓഹോ, അത് ശരി, ആയിക്കോട്ടെ, നിന്റെ ചേട്ടനാണ് സുധി. ഞാൻ അവനെ ചതിച്ചിട്ടുമുണ്ട് എന്ന് വിചാരിച്ച് നീ എന്തിനിപ്പം എൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഹെടി, നീ അന്ന് എടുത്തോണ്ട് പോയതേ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപയാ നീ അന്ന് സുധിയെ പറ്റിച്ച് എടുത്തോണ്ട് പോയത്. എന്നിട്ട് എന്ത് വേണമെന്നോ? എനിക്കിപ്പോൾ ആ പൈസ കിട്ടിയേ മതിയാവുള്ളൂ. ആ 50 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം. ആഹാ, കൊള്ളാലോ. ഞാൻ നിൻ്റെ അച്ഛൻ്റെ പൈസ തട്ടിയെടുത്തോണ്ട് പോയോ? ഇല്ലല്ലോ. നിൻ്റെ ചേട്ടൻ തന്നെയാ നിന്റെ അച്ഛൻ്റെ പൈസ തട്ടിയെടുത്തോണ്ട് പോയത്. എന്നിട്ട് ഇപ്പം എന്നെ കുറ്റം പറയുന്നോ? എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. നീയേ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ നീലിമേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ പൈസ എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. അത് കിട്ടിയട്ടെ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അല്ലെങ്കിലേ ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നും പറയാം. ഇത് കേട്ട നീലിമ ഇരുന്ന് അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം സച്ചിക്ക് കലയും വരിക. അപ്പം സച്ചി ആണെങ്കിൽ എന്താണ്, ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് പോലും നിനക്ക് ചിരിയാണ് വരുന്നത് ഞാൻ പറയുന്നത് കേട്ട്? പിന്നെ അല്ലാതെ സച്ചി, നീ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ടെ എനിക്ക് ചിരി സഹിക്കാൻ പോലും പറ്റുന്നില്ല. ദേ, സത്യം പറഞ്ഞ എനിക്ക് ചിരിയാണ് വരുന്നത് എൻ്റെ സച്ചി എന്ന് പറയാ. എന്താ കാര്യം നിനക്ക് ചിരി വരാനുള്ള? അതായത് നീ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? കൊടുക്ക്, നീ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്ക്. പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഒന്നും ഫലിക്കാനായിട്ട് പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആ പൈസ നിന്റെ ചേട്ടൻ എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു. ഇത് കേട്ട സച്ചി വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. പൈസ കൊടുത്തുന്നോ? ദേ, എന്നോട് കള്ളം പറയാനായിട്ട് നിൽക്കരുത്. ഞാൻ പറഞ്ഞത് കള്ളമല്ല സച്ചി, സത്യസന്ധമായ കാര്യമാണ്. അവൻ ആ പൈസ തിരിച്ചു കൊടുത്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നില്ലായിരുന്നോ? ആ സമയത്താണ് ഞാൻ ആ പൈസ കൊടുത്തത്. 50 ലക്ഷം മുഴുവനും അവിടെ കൊടുത്തു. 50 ലക്ഷം രൂപ മാത്രമല്ല, അതിൻ്റെ പലിശ അടക്കം ഞാൻ അവന് കൊടുത്തു എന്നിങ്ങനെ പറയാ. ഇത് കേട്ട സച്ചിക്ക് ആകെ ടെൻഷൻ തോന്നുകയാണ്. എന്തൊക്കെയാ പറയുന്നത്? അതെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തതും സൈൻ ചെയ്ത് കൊടുത്തതും. സാക്ഷിയായിട്ട് ആരാ സൈൻ ചെയ്തതെന്നറിയാവോ? അത് നീ തന്നെയാണ് സച്ചി. അന്ന് നീ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സുധിയുടെ അനിയനാണോ എന്നാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ.
ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെക്കൊണ്ടൊരു പേപ്പർ സൈൻ ചെയ്യിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അത് അത് ഈ ഡീറ്റെയിൽസ് തന്നെയായിരുന്നു. ഈ പണം കൊടുത്തതിൻ്റെ ഇടപാടായിരുന്നു സൈൻ ചെയ്തത് എന്നിങ്ങനെ പറയാം. അപ്പോഴാണ് സച്ചി ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നത്. നിന്റെ ചേട്ടൻ നിങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ ചേട്ടനെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ സത്യം തന്നെയാ. കാരണം അവൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായതാ. എനിക്ക് മനസ്സിലായി അവൻ എന്നെ ചീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അവൻ എന്നെ ചീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ എനിക്ക് ചീറ്റ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ അവനിട്ടൊരു പണിയും കൊടുത്തു. അത്രയും മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്തത് എന്ന് പറയാണ്. നീലിമ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണോ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞില്ലല്ലേ അവൻ പൈസ എന്ന കാര്യം? അവനെ ശരിക്കും ഫ്രോഡ് തന്നെ. ഇപ്പോഴും വീട്ടുകാരെ മുഴുവനും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അവൻ. അതെ, വീട്ടുകാരെ മുഴുവൻ അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ ആ ഭാര്യയില്ലേ, അവളാണ് സുധിയേക്കാളും കേമിയായവള്. കാരണം തനി ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പക്കാ ഫ്രോഡാണ് അവള് എന്നിങ്ങനെ പറയണം. അത് മേഡം പറഞ്ഞ സത്യം തന്നെയാ. അവള് പക്ക ഫ്രോഡ് തന്നെയാ. അവളാണ് എന്നെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങൾക്ക് ഇപ്പം പൈസ കിട്ടണം, പലിശ അടക്കം കിട്ടണമെന്ന് പറഞ്ഞിട്ടേ 53 ലക്ഷം രൂപയാ എൻ്റെ കയ്യിൽ നിന്ന് അവർ പിടിച്ചു വാങ്ങിയത്. ഓഹോ, അത് ശരി. അപ്പോൾ ആ പൈസ കൊണ്ടായിരിക്കും അവർ ഷോറൂം മേടിച്ചല്ലേ. എന്നിട്ട് വീട്ടിൽ പറഞ്ഞത് ആ ശ്രുതിയുടെ അച്ഛൻ അഴച്ചു കൊടുത്തതാണ് എന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ഒരു കള്ളത്തരം കൂടി പറഞ്ഞല്ലേ സച്ചി. ഇത് വല്ലാത്തൊരു ചതി തന്നെയാ. നിങ്ങളെ ഇപ്പോഴും അവൻ ചതിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാ. മേഡം, ഞാനൊരു കാര്യം മേഡത്തിനോട് പറയട്ടെ. മേഡം വീട് വരെ ഒന്ന് വരാവോ? എന്നിട്ട് ഈ സത്യങ്ങൾ മുഴുവനും അവരുടെ മുന്നിൽ നിന്ന് നിരത്താവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനെന്തിനാ സത്യങ്ങൾ മുഴുവനും എന്ന് പറയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ കലിയാ വരുന്നത്. ദയവ് ചെയ്ത് ഒന്ന് വന്ന് പറയണം. സച്ചി, നിങ്ങൾ തന്നെ പറ അവരോട് സത്യം എന്താന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കില്ല. ഞാൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒപ്പിച്ചുകൊണ്ട് വന്ന് അവരോട് പറഞ്ഞാൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. പിന്നെ അങ്കിലൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ തെളിവുകളുണ്ടല്ലോ. അത് മേഡം പറഞ്ഞ ശരി തന്നെയാ. ഒരു പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാൻ അതുകൊണ്ട് ചെന്നാലവർ പറയും ഏതോ പൈസ കൊടുത്തിട്ട് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാണെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായിപ്പോല്ലോ. അതുകൊണ്ട് മേഡം വരണം. മേഡം വന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞാൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം. ശരി, നിൻ്റെ ഇപ്പോൾ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ നിൽക്കുക, ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നീലിമ അവിടുന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയെയും രേവതിയെയും കാണിക്കുകയാണ്. അപ്പോൾ രേവതിയെ കുറ്റപ്പെടുത്തുന്ന സമയം മുഴുവൻ ചന്ദ്ര കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. നീ എന്താണ് ഇങ്ങനെ? നിനക്ക് എന്തെങ്കിലും സമ്പാദിക്കാനായിട്ട് പറ്റുമോ? നിൻ്റെ കെട്ടിയോൻ എന്തെങ്കിലും സമ്പാദിക്കാനായിട്ട് പറ്റുമോ? ശ്രുതിയൊക്കെ കണ്ടില്ലേ, അവർ വമ്പൻ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും 30 ലക്ഷം രൂപ പറ്റിച്ചിട്ട് പോയത് എന്ന് രേവതി പറയുകയാണ്. എടീ, 30 ലക്ഷം രൂപ പറ്റിച്ചിട്ട് പോയത് അത് ശരി തന്നെയാണ്. പക്ഷേ അവൻ ആ 30 ലക്ഷം രൂപ ഉണ്ടാക്കിയില്ലേ ഒരു വീട് വെക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾക്കൊരു റൂം കെട്ടണമെന്ന് വിചാരിച്ചിട്ട് പോലും അത് നടന്നില്ലല്ലോ. പിന്നെ എന്തിനാ കൂടുതൽ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സച്ചി പരക്കം മാഞ്ഞ് ഓടി വരുന്നത്. എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാ അച്ഛനെയും അതേപോലെ തന്നെ വർഷയെയും ശ്രീകാന്തിനെയും ശ്രുതിയെയും എല്ലാവരും വിളിച്ചു കൂട്ടുക. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുകയാണ്, എന്താ സച്ചിട്ടാ, എന്താ പറ്റിയത്? എല്ലാവരും വരട്ടെ രേവതി, ഇവിടെ വലിയൊരു കഥ തന്നെ നടക്കാനായിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു കഥയോ? അതേന്നെ, വലിയൊരു കഥ തന്നെയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. സച്ചിൻ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം എല്ലാവരും കൂടി വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്കും രവി ചോദിക്കണം, എന്താണ് സച്ചി, എന്താ പറ്റിയത്? അച്ഛാ, ഞാൻ ഇവിടെ ഒരു കുറ്റാന്വേഷണ കഥ തെളിയിക്കാനായിട്ട് പോവാണ്. ഒരു കള്ളം തെളിയിക്കാനായിട്ട് പോവാണ്. കള്ളോ? അതേന്നെ, ഒരു കള്ളം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനെ പറയാം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവിക്കും ചന്ദ്രയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ടെൻഷൻ തോന്നിക്കണം. അപ്പോൾ അതെ, ഒരു കോടതി വിചാരണയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് കോടതിയിൽ എങ്ങനെയാണോ സെറ്റാവുന്നത് അതേ രീതിയിൽ സെറ്റാണ്. നിങ്ങളൊന്ന് എണീറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കൂട് എന്ന രീതിയിൽ തന്നെ അവിടെ സെറ്റാക്കുക. എന്നിട്ട് ഇതെന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കണം. പറയാച്ചാ, ഇനി ഇതിന് നിൽക്കേണ്ട ആള് സുധി, നീയാണ് ഇതിന് നിൽക്കേണ്ട ആൾ, നീയാണ് കള്ളൻ. ഞാൻ കള്ളനോ? എന്തിനും ഞാനിരിക്കരുത് നിൽക്കുന്നത്? എടാ നിൽക്കടാ, പറയട കാര്യങ്ങളൊക്കെ. അങ്ങനെ സുധി ആ ഒരു കൂട്ടി കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കേണ്ടത്, എന്താ സച്ചിയായിട്ട് എന്താ നടക്കുന്നത് ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കി തരാടാ. ഇവിടെ
ഒരു പ്രതിയും കൂടിയുണ്ട്. ആ പ്രതി ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ വേറൊരു കഥ ഞാനിവിടെ പറയാം. ഒരു 50 ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ സച്ചേട്ടാ ഈ കാര്യങ്ങൾ പറയുന്നത്? എടാ, അതിനെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇവിടെ. അതാണ് ഞാനിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അത് കഥയുടെ ഗതി മാറ്റി മറിക്കോടാ. ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇവൻ എന്തൊക്കെയോ വായ തോന്നുന്നൊക്കെ പറയും. എനിക്ക് ഷോറൂമിൽ പോയി ജോലിയുണ്ട്, ഞാൻ ഏതായാലും പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേ നിൽക്കട അവിടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പോയാ മതി, നീ അവിടെ നിൽക്ക്. അപ്പോൾ കഥയിലേക്ക് വരാം. അതായത് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ പൈസയാണ് 50 ലക്ഷം രൂപ. ആ 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞവനാണ് ഇവൻ. പക്ഷേ അവനെ സ്നേഹിക്കുന്ന ഇവനും സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടിയാണ്, ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ വേണ്ടിയാണ് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ട് ഇവൻ കടന്നു കളഞ്ഞത്. അപ്പോഴേക്കും ശ്രീകാന്താണ്, എന്തിനാ സച്ചിയോട് പറയുന്നത്? ഇതൊക്കെ വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ രവി ആണെങ്കിൽ, നീ എന്താണ് സച്ചി, നീ എന്തിനാ ഈ കഥയൊക്കെ ഇപ്പം പറയുന്നത്? മനസ്സിലാവുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി തരാച്ചാ. പക്ഷേ ആ പൈസ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊടുക്കാനും ഇവനെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ അവനോട് പല പ്രാവശ്യം ചോദിക്കാറുണ്ട്, ഈ നീലിമയെ കണ്ടോ, നീലിമയോട് പൈസ ചോദിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവനും പിന്നെ നീലിമയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവൻ നീലിമയെ കണ്ടു. അവൻ 50 ലക്ഷം രൂപ കിട്ടുകയും ചെയ്തു. ഇത് കേട്ട കുടുംബം മുഴുവനുമാകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇവൻ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? പാവം എൻ്റെ ശ്രുതി 30 ലക്ഷം രൂപ പോയിലാകെ തകർന്നു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഈ കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് വരികയാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കള്ളക്കഥയല്ല. അവന് 30 ലക്ഷം രൂപ പോയിട്ടുണ്ടെങ്കിലേ അവന് ദൈവം കൊടുത്ത തിരിച്ചടി തന്നെയാണത്. കാരണം അവൻ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 50 ലക്ഷം രൂപ അവൻ പറ്റിച്ചെടുത്തു. അപ്പോൾ ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 30 ലക്ഷം രൂപ ഇവന്റെ പൈസ ആ കള്ളം കൊണ്ടുപോയി. അതുകൊണ്ട് അവന് തിരിച്ചടി കിട്ടിയതാണ്. ഇനി അച്ഛൻ്റെ പൈസ അത് അവന് തിരിച്ചു കിട്ടി. ആ നീലിമയുടെ കല്ലെന്നും ഇവൻ മേടിച്ചു. ഏട്ടാ, ശ്രുതിക്ക് കാലി വരികയാണ്. അനാവശ്യം പറഞ്ഞു നിൽക്കരുത്. ഇവൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? നീ എന്തൊക്കെയാണ് കിടന്ന് പറയുന്നത്? എന്നെ എല്ലാവരും മുന്നിൽ കള്ളനാക്കാനുള്ള പരിപാടി മുഴുവാണല്ലേ? എങ്കിലേ നടക്കാനായിട്ട് പോകുന്നില്ലടാ. നീ പറയുന്നത് മുഴുവനും പച്ച കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. നിർത്തിടാ. ഞാൻ പറയുന്നത് പച്ച കള്ളം അല്ലേ? നീ വീട്ടുകാരുടെ മുന്നിൽ വരുന്നു പറഞ്ഞായിരുന്നല്ലോ, നീ വലിയ ഷോറൂം ഇട്ട് അതാണ് ഇതാണെന്നൊക്കെ. എടാ, സത്യം പറയടാ, നീ നീലിമയെ കണ്ടില്ലായിരുന്നോ? ഞാനൊരു നീലിമയെ കണ്ടിട്ടില്ല. ഞാൻ അതിനുശേഷം അവളെ കണ്ടിട്ട് പോലുമില്ലോ. അത് ശരി, അപ്പം കണ്ടിട്ടില്ലല്ലേ? അപ്പം ശ്രുതിയാണെങ്കിൽ, സച്ചി അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ സച്ചി. എന്തിനാണ് ശ്രുതിയെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിനക്കുള്ള ജോലിയാണല്ലോ എന്തെങ്കിലും തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുക എന്നത്. പൗഡറേട്ടത്തി, ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ശ്രുതി 1-ാം പ്രതി ആണെങ്കിൽ 2-ാം പ്രതി പൗഡറേട്ടത്തിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോകണം. ഞാനോ? അതെ, പൗഡറേട്ടത്തിയാണ് 2-ാം പ്രതി. ആ കാര്യങ്ങളൊക്കെ വരുന്ന വഴി തന്നെയാ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടും. ഇത് കേട്ട ശ്രുതി ഞെട്ടിപ്പോവും. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ഇവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് 50 ലക്ഷം രൂപ കിട്ടിയെന്ന് ഇവൻ അറിഞ്ഞത്? അതിനുള്ള തെളിവൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയും തിരിച്ച് മറിച്ച് വിടണം, അല്ലെങ്കിൽ ശരിയാവില്ലെന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.